ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ട്രംപ് പറയുന്നു. കരാർ ഒപ്പിടുന്ന വെള്ളിയാഴ്ച തന്നെ ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ സാന്നിധ്യത്തിലാകും അമേരിക്കയും ഇറാനും ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുക. നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കരാർ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് 1.5 പേജ് മാത്രമുള്ള കരട് കരാറിൽ ഒപ്പുവെച്ചെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ആഗോള സമാധാനം ഉറപ്പാക്കുമെന്നും ഭീകര സംഘടനകൾക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുമെന്നും ഇറാൻ ഉറപ്പു നൽകിയെന്ന് കരാറിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഉടമ്പടി പ്രകാരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകേണ്ടി വരും. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുന്നതും മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകുന്നതും അവർ ഈ വ്യവസ്ഥകൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതേസമയം കരാറിലെ ഉള്ളടക്കം സംബന്ധിച്ച് തങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. ആണവായുധം ഒരിക്കലും നിർമ്മിക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നുവെന്നും ഇറാനായി അമേരിക്ക $300 മില്യൺ നൽകുന്നു എന്ന വാർത്ത വ്യാജമാണെന്നും ഇത് ഡെമോക്രാറ്റുകൾ കെട്ടിച്ചമച്ചതാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് വെള്ളിയാഴ്ച തുറക്കുമെന്നും പാത ടോൾ രഹിതമാകുമെന്നും ട്രംപ് അറിയിച്ചു. ഈ കരാറിന്റെ ഭാഗമായി നിലവിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും അന്തിമ കരാറിലെത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കും. അതേസമയം അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ചതിനെ തുടർന്ന് 3 ഇറാനിയൻ ഓയിൽ ടാങ്കറുകളും 2 ചരക്ക് കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയതായി ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്.